നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റൗലറ്റ് ആക്ട് അഥവാ റൗലറ്റ് നിയമത്തെക്കുറിച്ചിട്ടാണ്. വളരെ ചുരുക്കത്തിൽ ഇതിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. ഒന്നാം ലോക മഹായുദ്ധകാലം, അതായത് 1914-നും 1918-നും ഇടയിലുള്ള കാലഘട്ടം. അന്ന് ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഉയർന്നു പൊന്തി വന്ന ദേശീയ പ്രസ്ഥാനത്തെ തകർക്കുവാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗൂഢാലോചന നടത്തി. ആ ഒരു ഗൂഢാലോചനയുടെ ഫലമായി അവർ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് ഇത്രയും ശക്തി പകർന്നത് പത്രങ്ങളുടെ പ്രവർത്തനമാണെന്നുള്ള കാര്യം. അങ്ങനെ പത്രങ്ങളുടെ മേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന്റെ ഫലമായി ദേശീയ പ്രവർത്തകരെ വിചാരണ കൂടാതെ തടവിലാക്കുവാനുള്ള നിയമവും അവർ കൊണ്ടുവന്നു. അങ്ങനെ 1919-ൽ ജനങ്ങളുടെ എതിർപ്പിനെ അടിച്ചമർത്തുന്നതിനു വേണ്ടി ഗവൺമെന്റ് റൗലറ്റ് നിയമം പാസാക്കി. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് ഈ ഒരു നിയമം പാസാക്കിയത്. ഈ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യുവാനും വിചാരണ കൂടാതെ തടവിലാക്കുവാനുമുള്ള അധികാരം ഈ ഒരു നിയമത്തിലൂടെ ഗവൺമെന്റ് നേടിയെടുത്തു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെ ഫലപ്രദമായി നേരിടുവാൻ വേണ്ടിയുള്ള ഒരു ആയുധമായിട്ടായിരുന്നു ബ്രിട്ടീഷ് അധികാരികൾ ഈ ഒരു നിയമത്തെ കണ്ടത്. പത്രങ്ങളുടെ മേലുള്ള സെൻസർഷിപ്പ് അപ്പോഴും തുടരുക തന്നെ ചെയ്തു. റൗലറ്റ് നിയമങ്ങളുടെ നടപ്പാക്കൽ ഗാന്ധിജിക്കേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. ഈ കരി നിയമങ്ങൾ ബ്രിട്ടീഷുകാരുടെ നീതിബോധത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ തന്നെ തകർത്തു. ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള ഗാന്ധിയുടെ കടന്നുവരവ്. റൗലറ്റ് നിയമങ്ങൾക്കെതിരെ ഗാന്ധിജി ശക്തമായ ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് രാജ്യമൊട്ടാകെ പടർന്നു പിടിക്കുകയും ചെയ്തു. റൗലറ്റ് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായൊരു പ്രക്ഷോഭത്തിനും ഹർത്താലിനും ഗാന്ധിജി ആഹ്വാനമേകി. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയൊട്ടാകെ ഏപ്രിൽ 6-ന് ഹർത്താൽ ആചരിച്ചുകൊണ്ട് കടകളും വിദ്യാലയങ്ങളും അടച്ചിട്ട് ജനങ്ങൾ പ്രതിഷേധിച്ചു. പണിമുടക്കുകളും പ്രകടനങ്ങളും വ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെ ജനജീവിതം പാടെ സ്തംഭിച്ചു. പഞ്ചാബിലെ പ്രതിഷേധ പ്രകടനങ്ങൾ മറ്റു നാടുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ശക്തമായിരുന്നു. ഏപ്രിൽ 10-ന് കോൺഗ്രസിന്റെ 2 പ്രമുഖ നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിനെ തുടർന്ന് ആ സമയത്ത് അമൃത്സറിൽ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ ഒരു പ്രതിഷേധ പ്രകടനം ചെന്ന് കലാശിച്ചത് കുപ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലാണ്. ആ ഒരു സംഭവത്തോടു കൂടി കാര്യങ്ങൾ കൂടുതൽ വഷളായി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തെ തുടർന്ന് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. അങ്ങനെ അടിച്ചമർത്തൽ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1922-ൽ ബ്രിട്ടീഷ് സർക്കാർ മറ്റ് 23 നിയമങ്ങളോടൊപ്പം റൗലറ്റ് നിയമം റദ്ദ് ചെയ്തു. റീഡിംഗ് പ്രഭു ആയിരുന്നു റൗലറ്റ് ആക്ട് പിൻവലിച്ച സമയത്ത് വൈസ്രോയി ആയി ഉണ്ടായിരുന്നത്. ഗാന്ധിജിയെ ഒരു യഥാർത്ഥ ദേശീയ നേതാവാക്കി മാറ്റിയതിൽ ഈ റൗലറ്റ് നിയമത്തിനും വലിയൊരു പങ്കുണ്ട്. റൗലറ്റ് ആക്ടിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ